ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ്റെ ലിവർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റോസ്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ റോസ്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അത് വഴറ്റി നല്ലൊരു സ്മെല്ലെല്ലാം വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2-3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി വീണ്ടും നമുക്ക് ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ച് ഇതിൻ്റെ നല്ലൊരു സ്മെല്ലെല്ലാം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് നമ്മളിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടിയോ നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ നേരത്തെ തന്നെ ചിക്കൻ്റെ ലിവറും അതുപോലെ തന്നെ ഗിസാർഡും ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. ഇത് കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പുവെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചോരയുടെ ആവശ്യമെല്ലാം പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം. 5 മിനിറ്റ് നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എടുക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് പിന്നെയും മൂടി വെക്കുക. അങ്ങനെ ഏകദേശം 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് നമ്മളിപ്പോൾ റെഡി ആയിരുന്നില്ല കറി. ഇനിയും നമുക്ക് ഇതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതിപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. ചിക്കൻ്റെ കൂടെ ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടി നല്ല സൂപ്പറായിട്ട് മാച്ച് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചിക്കൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പെരിഞ്ജീരകം അതിലേക്ക് ചേർക്കാൻ മറക്കരുത്. അപ്പം എന്നിട്ട് വീണ്ടും നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയത്തേക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 3 മിനിറ്റ് നേരത്തേക്കാണ് പിന്നെയും കുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ചേർക്കാം. ഇത് 1-ാം പാൽ 2-ാം പാൽ എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇത് ഒരു തവണ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചിട്ടെടുത്ത പാലാണിത്. ഏകദേശം 1 കപ്പ് ഉണ്ടാകും. കുറച്ച് വെള്ളമെല്ലാം ചേർത്തിട്ട് തന്നെയാണ് ഇതിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് ഇതിൽ കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ഒരു കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതായിപ്പോൾ നന്നായിട്ട് നമ്മളെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ ഈ ഒരു ചിക്കൻ ലിവർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ലിവർ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഈ ലിവർ റോസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ മട്ടണിലും ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അതുപോലെ തന്നെ ഇതുപോലത്തെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.